അങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ സ്കേർട്ടെല്ലാം പെയിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി കണ്ട പോളിഷിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് കട്ട് ചെയ്ത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ പോളിഷ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലാസ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ പോളിഷിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ പെയിൻറ്റും എല്ലാം അടിച്ച് നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫിറ്റ് ചെയ്യണം. കുറച്ച് പരിപാടികളുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്ലാസ് ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് 2 വട്ടമെങ്കിലും പോളിഷ് ചെയ്യണം. നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ നല്ലോണം ഒന്നും കൂടെ ഇപ്പോൾ ഒരു പെയിൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ 1 വർഷം ആറായി വണ്ടി. അപ്പം ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി അത്യാവശ്യം ഫിനിഷിങ് വരും. നല്ലൊരു ഗ്ലാസ് ഫിനിഷ് കിട്ടും. കണ്ടില്ലേ, ബ്ലാക്ക് കളറൊക്കെ അത്യാവശ്യം ഗ്ലാസ് ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മൾ സ്കേർട്ടിങ് വണ്ടിയിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഫൈനൽ ലുക്ക് കാണും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫുൾ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പുറമേ ഉള്ള വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അലോയ്സും സ്കേർട്ടിങ്ങും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് നമ്മൾ സെക്കൻഡ് എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല വൈറ്റ് കളർ അടിച്ചിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റീരിയൽ വർക്കുണ്ട്. അത് ഉടനെ തന്നെ കയറ്റുന്നതായിരിക്കും. ഫുള്ള് ഇൻറ്റീരിയറിൽ ഫുള്ള് നമ്മൾ കസ്റ്റം സീറ്റും എല്ലാം ചെയ്ത് സെറ്റാക്കി ഇറക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോകളായിരിക്കും ഇനി വരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്.